നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഊപ്പിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ ഇൻവെൻറ്റഡ് ഊപ്പ്? ആരാണ് ഊപ്പ് ഇൻവെൻറ്റ് ചെയ്തതെന്നാണ്. ആൻഡ്രേ ഫെറോ, അഡേലെ ഗോൾബർഗ്, അലൻ കീ, ഡെന്നിസ് റിച്ചി. നമ്മൾ പഠിച്ചതാണ്. ഏതായിരുന്നു? ആരാണ് ഊപ്പ് ഇൻവെൻറ്റ് ചെയ്തത്? ഓർത്ത് നോക്കിയേ. അലൻ കെ ആണ് ആൻസർ എന്ന് പറഞ്ഞത് കേട്ടോ. അലൻ കെ ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിൻടാക്സ് ഈസ് കറക്റ്റ് ടു ക്രിയേറ്റ് എ സിംഗിൾ ലൈൻ കമൻറ്റ് ഇൻ ദ പ്രോഗ്രാം? അപ്പം നമ്മൾ കമൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിനകത്ത് എങ്ങനെയാണ് കമൻറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന്, സിംഗിൾ ലൈനും ബ്ലോക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് സിംഗിൾ ലൈൻ കമൻറ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സിൻടാക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, 2 സ്ലാഷ് വന്നിട്ട് ഒരു കമൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെവിടെ സ്ലാഷ് നടുക്ക് കമൻറ്റ്സ്, പിന്നെ കമൻറ്റ് കഴിഞ്ഞിട്ട് സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമല്ല. അപ്പം ഇതിലേതാണ് കറക്റ്റ് ആൻസർ? അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക. ദ C++ ലാംഗ്വേജ് ഈസ് ഡാഷ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ C++ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് ടൈപ്പിൽ വരുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണെന്ന്? പ്യുവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, നോട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, പാർഷ്യലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, പിന്നെന്താ പ്രൊസീജിയർ ഓറിയൻറ്റഡ്. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് C++ എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് കേട്ടോ. C++ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്യുവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു ബിക്കം എ പ്യുവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഫീച്ചറുകളിൽ നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചർ ഏതാണെന്ന് താഴെ കൊടുത്തിരിക്കുന്നതിനകത്ത്, അതായത് നമ്മുടെ ഊപ്പിനകത്തൊക്കെ വരുന്ന ഫീച്ചർ ഏതാണെന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? എൻക്യാപ്സുലേഷൻ ഉണ്ട്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഓൾ ഓഫ് ദി എബോവ്. ഊപ്പിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഒക്കെ നമ്മൾ നോക്കിയതല്ലേ. അപ്പം എന്താണ് ഇതിൻ്റെ ആൻസർ? അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ടല്ലേ. എൻക്യാപ്സുലേഷൻ വരുന്നുണ്ട്, ഇൻഹെറിറ്റൻസ് വരുന്നുണ്ട്, പോളിമോർഫിസം വരുന്നുണ്ട്. അപ്പം ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബോവ്. ഇതെല്ലാം ഇതിൽ വരും കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുക എന്താണ്? വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഊപ്പ് ഇൻ ജനറൽ ഡെഫിനിഷൻ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫീച്ചറുകളിൽ നമ്മുടെ ഊപ്പിൻ്റെ ജനറൽ ഡെഫിനിഷനകത്ത് ഉൾപ്പെടാത്തത് ആരാണെന്നാണ്. നോട്ട് എ ഫീച്ചർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കി. എഫിഷ്യൻറ്റ് കോഡ് റീയൂസബിലിറ്റി, മോഡുലാരിറ്റി, ഡ്യൂപ്ലിക്കേറ്റ് ഓർ റിഡൻഡൻറ്റ് ഡേറ്റ. ഇപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡൊക്കെ അവരുടെ പ്രത്യേകതകളാണ്. കോഡിനെ റീയൂസ് ചെയ്യുന്നവരുടെ പ്രത്യേകതയാണ്. മോഡുലാരിറ്റി ഒക്കെ അവരുടെ പ്രത്യേകതയാണ്. അപ്പം ആൻസർ എന്തായിരിക്കും? റിഡൻഡൻറ്റ് ഡേറ്റയാണ് കേട്ടോ. റിഡൻഡൻറ്റ് ഡേറ്റയാണ് എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ഓർ റിഡൻഡൻസി ഓഫ് ഡേറ്റ ഈസ് എ ഫീച്ചർ വിച്ച് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ദ പ്രോഗ്രാമേഴ്സ്, സോ ഇറ്റ് കനോട്ട് ബി ക്രിയേറ്റഡ് ബൈ ദ ഊപ്സ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ഇരിക്കുന്നത്. അത് ഊപ്പിൽ തന്നെ ക്രിയേറ്റ് ആയി വന്നിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇയാളാണ് ഇതിലെ ഫീച്ചർ അല്ലാത്തത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഊപ്സ് കോൺസെപ്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഊപ്സ് കോൺസെപ്റ്റിൽ പെടാത്തതെന്ന്. അപ്പോൾ ഊപ്സ് കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ 9 പേരുണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ എൻക്യാപ്സുലേഷനൊക്കെ അതിൽ വരുന്നതായിരുന്നു. പോളിമോർഫിസം ഉണ്ട്, അബ്സ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ആരാണ് ഇതിനകത്ത് ഇല്ലാത്തത്? ആരാ ഇല്ലാത്തത്? എക്സെപ്ഷൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എക്സെപ്ഷൻ ആണ്. നെക്സ്റ്റ് നോക്കുക. വിച്ച് ഫീച്ചർ ഓഫ് ഊപ്പ് ഡിസ്ക്രൈബ്ഡ് ദ റീയൂസബിലിറ്റി ഓഫ് കോഡ്? അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ ആ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഊപ്പിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായത്, പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതിൽ പെട്ടതാണ് അതെന്ന്. അപ്പോൾ നോക്കിയേ, ഏതായിരുന്നു? വിച്ച് ഓഫ് ദ ഫീച്ചർ ഓഫ് ഊപ്പ് ഡിസ്ക്രൈബ്ഡ് ദ റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഈ കൊടുത്തിരിക്കുന്ന ഏത് ഫീച്ചറിൽ വരുന്നതാണ്? അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്. ഏതിലായിരുന്നു വരുന്നത് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസിനകത്താണ് വരുന്നത് കേട്ടോ. ഇൻഹെറിറ്റൻസിനകത്താണ് വരുന്നത്. കോഡിനെ റീയൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് വരുന്നത് ഇൻഹെറിറ്റൻസിനകത്താണ്.
വിച്ച് ഫീച്ചർ ഓഫ് ഊപ്പ് ഡിറൈവ്സ് ദ ക്ലാസ് ഫ്രം അനദർ ക്ലാസ്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് ഡിറൈവ് ആയി വരുന്ന ഫീച്ചർ ഏതാണെന്ന്. ഏതായിരുന്നു? നമ്മൾ ഒരു പേരൻ്റ് ക്ലാസ് ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. ഏതായിരുന്നു? ഇൻഹെറിറ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? അതിനൊരു പേരൻ്റ് ക്ലാസ് കാണും, അല്ലെങ്കിൽ ഒരു മെയിൻ ക്ലാസ് കാണും. അതിൽ നിന്ന് എന്ത് ചെയ്യും? ചൈൽഡ് ക്ലാസ്സുകൾ ഡിറൈവ് ആയി വരും. അപ്പം ഈ ചൈൽഡ് ക്ലാസ്സുകൾക്ക് നമ്മുടെ പേരൻ്റ് ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകളിലൂടെ കാണും. അപ്പം ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് ഡിറൈവ് ചെയ്ത് വരുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കുക, വിച്ച് ഓപ്പറേറ്റർ ഫ്രം ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു ഇല്ലുസ്ട്രേറ്റ് ദ ഫീച്ചർ ഓഫ് പോളിമോർഫിസം. അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്ന ഫീച്ചറിലേക്ക് നയിക്കുന്ന ഒരു ഓപ്പറേറ്റർ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഓപ്പറേറ്റർ ആണെന്നാണ്. ഓപ്ഷൻസ് നോക്കുക. ഓപ്പർലോഡിങ്, നമ്മുടെ ഇൻസേർഷൻ ഓപ്പറേറ്റർ ഉണ്ട്, ഓപ്പർലോഡിങ് ആൻഡ് ഉണ്ട്, ഓപ്പർലോഡിങ് ഓർ ഉണ്ട്, ഓപ്പർലോഡിങ് പ്ലസ് ഈക്വൽ ഉണ്ട്. ഇതിലേതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓവർലോഡിങ് ഇൻസേർഷൻ ആണ് കേട്ടോ. ആ ഒരു ഓപ്പറേറ്ററിൻ്റെ പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ കേട്ടോ. നെക്സ്റ്റ് നോക്കാം, വിച്ച് ടു ഫീച്ചർ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആർ ദ സെയിം. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ഫീച്ചറുകളിൽ ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഫീച്ചറുകൾ ആരൊക്കെയാണെന്നാണ്. അബ്സ്ട്രാക്ഷൻ ആൻഡ് പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ് ആൻഡ് എൻക്യാപ്സുലേഷൻ, എൻക്യാപ്സുലേഷൻ ആൻഡ് പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ. ഇതിൽ രണ്ട് ഫീച്ചറുകളും ഏകദേശം ഒരുപോലെ വരുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻസർ ഏതാണ്? എൻക്യാപ്സുലേഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ ഈസ് ഓൾസോ നോൺ ആസ് റൺ ടൈം ബൈൻഡിങ്. പറഞ്ഞ കാര്യമായിരുന്നു. റൺ ടൈം ബൈൻഡിങ്ങിന് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഫീച്ചറിലാണ് പറയുന്നത്? ഡൈനാമിക് ടൈപ്പിംഗ്, ഡൈനാമിക് ലോഡിങ്, ഡൈനാമിക് ബൈൻഡിങ്, ഡേറ്റ ഹൈഡിങ്. എന്തായിരുന്നു റൺ ടൈമിൽ ബൈൻഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഡൈനാമിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നോക്കുക, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫീച്ചർ ഡസ് നോട്ട് കം അണ്ടർ കോൺസെപ്റ്റ് ഓഫ് ഊപ്സ്. ഊപ്സിൻ്റെ കോൺസെപ്റ്റിൽ പെടാത്ത ആൾ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡേറ്റ ബൈൻഡിങ്, ഡേറ്റ ഹൈഡിങ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഡേറ്റ ബൈൻഡ് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു, ഡേറ്റ ഹൈഡ് ചെയ്യുന്നവരും പഠിച്ചതായിരുന്നു, മെസ്സേജ് കമ്മ്യൂണിക്കേഷനും നമ്മൾ പഠിച്ചതായിരുന്നു. ഏതാണില്ലാത്തത്? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ഇതാണ് ഇതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ ഇൻറ്ററാക്ട്സ് ഓൺ ഒബ്ജക്റ്റ് വിത്ത് അനദർ ഒബ്ജക്റ്റ്. ഇത് നമ്മൾ പഠിച്ച കാര്യം തന്നെ. എന്തായിരുന്നു? ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിനോട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? എന്തായിരുന്നു പറയുന്നത്? ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻസ് നോക്ക്. മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ, മെസ്സേജ് പാസിങ്, ഡേറ്റ ട്രാൻസ്ഫർ, ഡേറ്റ ബൈൻഡിങ്. എന്തായിരുന്നു ആൻസർ? എന്തായിരുന്നു? മെസ്സേജ് പാസിങ്. നമ്മളതിനകത്തൊരു ഫീച്ചറായിരുന്നു, നമ്മുടെ ഊപ്പിൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന ഒരു കാര്യമായിരുന്നു മെസ്സേജ് പാസിങ്. അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് തന്നെ വർക്കൗട്ട് ചെയ്താലേ നമുക്ക് ആ ഒരു ആൻസർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കുക, വിച്ച് ഡെഫിനിഷൻ ബെസ്റ്റ് ഡിഫൈൻസ് ദ കോൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ. അപ്പോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതായിരുന്നു എന്ന്. ഹൈഡ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേറ്റ ഹൈഡ് ചെയ്യുന്നു. ഹൈഡ്സ് ദ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഷോയിങ് ഓൺലി ദ ഫീച്ചർ. എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെൻറ്റേഷനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചർ മാത്രം തരുന്നു. ഹൈഡിങ് ദ ഇംപ്ലിമെൻറ്റേഷനെ മാത്രം ഹൈഡ് ചെയ്യുന്നു. ഷോയിങ് ദ ഇമ്പോർട്ടൻ്റ് ഡേറ്റ മാത്രം ഷോ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താ എളുപ്പമുള്ള ആൻസറാണ്. എന്തായിരുന്നു? എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള കാര്യമെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു? ഷോ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ്റെ അല്ലെങ്കിൽ അബ്സ്ട്രാക്ഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾ ഓഫ് അബ്സ്ട്രാക്ഷൻ എന്താ നോക്കിയേ? ഈസ് യൂസ്ഡ് ടു അച്ചീവ് ഊപ്സ്, ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ, യൂസ് അബ്സ്ട്രാക്ഷൻ അറ്റ് ഇറ്റ്സ് മിനിമം, ഈസ് യൂസ് ടു റിമൂവ് ദ ലോങ്ങർ കോഡ്സ്. ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡ്യൂപ്ലിക്കേഷൻ. അതായത് ഡ്യൂപ്ലിക്കേഷൻ അവരെന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുന്നു. അതാണ് അബ്സ്ട്രാക്ഷൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്യൂപ്ലിക്കേഷനെ അവോയ്ഡ് ചെയ്യുന്നു. ഇത്രയും ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോക്കി കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. താങ്ക് യു.